ചിന്താവിഷയം. അസൂയയും നിരാശയും പിറുപിറുപ്പും നമ്മുടെ ജീവിതത്തെ തകർത്തുകളയും. വീട്ടുകാരെ വീട്ടുകാരെ ഇന്ന് ചിങ്ങം 1. ദാ സൈതാലിക്ക എത്തിയിരിക്കണ്. വീട്ടുകാരെ വീട്ടുകാരെ കൊച്ചു ത്രേസ്യ കൊച്ചേ, മോളെ കൊച്ചു ത്രേസ്യ കുഞ്ഞേ, അമ്മ എവിടെ ഇല്ലേ? എല്ലാവരും എവിടെ പോയി? കൊച്ചു ത്രേസ്യ കൊച്ചേ, മോളെ. ഇവിടെ ഒരു ആനക്കാരനും ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി ഈ പകയൻ ആനയും കൊണ്ട്? ആ, വല്ല പൂരത്തിനും പോയി കാണുമായിരിക്കും. തമ്പ്രാട്ടി, ആ കൊച്ചിനെ കൊച്ചിനെ ഒന്ന് വിളിച്ചേ. മോളെ, വീട്ടുകാരെ, ത്രേസ്യാമോക്ക് കുർബാനയ്ക്കുള്ള ഉടുപ്പ് ഈ സൈതാലിക്ക മറന്നിട്ടില്ല. അസൽ കാഞ്ചീപുരം പട്ട. ഒന്ന് ഇട്ടു നോക്കുക മാത്രം ചെയ്താ മതി. ത്രേസ്യ കുഞ്ഞേ, ഇതെവിടെ പോയി എല്ലാരും? സൈതാലിക്ക കുർബാനയ്ക്കുള്ള ഉടുപ്പ് കൊണ്ടുവന്നിരിക്കണ. വന്ന് ഇട്ടു നോക്ക്. ത്രേസ്യ കുഞ്ഞേ, ഓളിത് കാണുമ്പോ പടച്ചവനെ പെരുത്ത് സന്തോഷായിരിക്കും. ആ ചിരി ഒന്ന് കാണാൻ മാത്രമുണ്ട്. കുഞ്ഞേ, ചേച്ചി സൈതാലിക്ക വന്നു. വാ ചേച്ചി. കൊച്ചേ, നിങ്ങളെല്ലാം അകത്തെന്താ ഒളിച്ചിരിക്കുക? ഞമ്മളെ എത്ര നേരായിന്നാ വിളിച്ചോണ്ടിരിക്കണേ. ഇത് കണ്ടീനാ, സൈതാലിക്ക വാക്ക് പാലിച്ചു. ആ കൊച്ചിനെ കൊച്ചിനെ ഒന്ന് വിളിച്ചേ. ഇനി വേറൊരു സാധനവും കൂടിയുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ എവിടെ വെച്ച്? ഇവിടെ ഉണ്ട് സാധനം. ഇത് കണ്ടീനാ, തെങ്കാശി പേരക്ക. എന്താ കുഞ്ഞെ, മോളെ എന്തു പറ്റി? എന്താ പറ്റിയ മക്കളെ? സൈതാലിക്ക എന്തേ? ഇനി ഈ ഉടുപ്പ് വേണ്ട. പടച്ചോനെ, എന്താ സംഭവിച്ച മക്കളെ? കൊച്ചു ത്രേസ്യ മോള് പനി വന്ന് മരിച്ചുപോയി. പടച്ചോനെ, റബ്ബുൽ തമ്പുരാനെ, നമ്മുടെ കൊച്ചു ത്രേസ്യ കുഞ്ഞു പോയോ? മലക്കുകളുടെ കൂട്ടത്തിൽ എന്റെ കൊച്ചു ത്രേസ്യ കുഞ്ഞിനെ കൂടി എണ്ണപ്പെടുത്തേണമേ. എന്റെ കുഞ്ഞിതൊന്ന് അണിഞ്ഞു കാണാൻ ഈ സൈതാലിക്ക എന്താഗ്രഹിച്ചെന്നോ. എന്റെ കൊച്ചു ത്രേസ്യ കുഞ്ഞെ, മോനെ. കുഞ്ഞെ, എന്റെ പൊന്നു മോളെ, ഈ സൈതാലിക്ക വാക്ക് പാലിച്ചു. പട്ടുടുപ്പ് മദ്രാശിന്ന് തന്നെ വാങ്ങി തുന്നിച്ചതാ.
അടിഞ്ഞു കാണാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്റെ ത്രേസ്യ കുഞ്ഞേ. ഇതാ തെങ്കാശി പേരക്ക. സേതാലിക്ക, കുഞ്ഞേ, ത്രേസ്യ കുഞ്ഞേ. അല്ലാ, പടച്ചോനെ, ഒരു മലക്കായി നിന്റെ കൂടെയാണല്ലോ ഞങ്ങളുടെ കൊച്ചു ത്രേസ്യ കുഞ്ഞ്. സന്തോഷമായി, സന്തോഷമായി. അമ്മാമ്മേ, എന്റെ കുഞ്ഞെ, എന്നെ ഓർത്ത് അമ്മാമ്മ കരയരുത്. ഈ ലോകസുഖങ്ങളും ദ്രവ്യാഗ്രഹങ്ങളും എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. ഞെരുക്കത്തിന്റെയും കഷ്ടങ്ങളുടെയും കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ കുടുംബം നീങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ ആങ്ങളമാർക്ക് ഒരാശ്വാസമാകണം ഇതല്ല. എനിക്കിനി ഒന്നും വേണ്ട. പരസ്പരം കാണുവാൻ പോലും സാധ്യമാണോന്ന് എനിക്കറിയില്ല അമ്മാമ്മേ. വാങ്ങിക്കോ അമ്മാമ്മേ. ഒന്നും നശിപ്പിക്കാതെ അപ്പാപ്പനോടൊത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതിന് നന്ദി. എന്നെ അനുഗ്രഹിക്കണം. എന്റെ കുഞ്ഞ് ഈ ചൈതന്യത്തിൽ ഉറച്ചു നിൽക്കണം. എല്ലാവരും പറയണം, എന്ത് നല്ല പ്രാർത്ഥനാ ചൈതന്യമുള്ള ഒരു കന്യാസ്ത്രീ. എന്റെ കുഞ്ഞിനൊന്നും പറഞ്ഞു തരണ്ടെന്ന് അമ്മമ്മയ്ക്ക് അറിയാം. അങ്ങനെയല്ല അമ്മാമ്മേ, ഞാൻ ആരുമല്ല. എനിക്കൊന്നും അറിയില്ല. എന്നെ ദൈവവിളിയിലേക്കുള്ള ചുവടുറപ്പിച്ചത് എന്റെ അമ്മാമ്മയുടെയും അമ്മയുടെയും ശിക്ഷണവും കരുതലുമാണ്. മറക്കില്ല ഈ റോസ നിങ്ങളെ. നന്ദിയോടെ ഓർക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഈ എളിമ നിന്നെ തമ്പുരാന്റെ പ്രിയങ്കരിയാക്കട്ടെ. നന്നായി വരും. അമ്മേ, മോളെ, നീ എന്നോട് യാത്ര പറയണ്ട. എന്താണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് തമ്പുരാന് മാത്രം അറിയാം.
10 മാസം എന്റെ വയറ്റിൽ കിടന്ന പോലെ എന്റെ മനസ്സിലും ഈ വീട്ടിലും ഇനിയും നീ നിറഞ്ഞു നിൽക്കും. അമ്മയ്ക്ക് തരാൻ ഇത് മാത്രം. വിശ്വസ്തയായിരിക്കുക, വിളിയിൽ ഉറച്ചു നിൽക്കുക, സഹനങ്ങളിൽ പതറാതെ ദൈവത്തിൽ ആശ്രയിക്കുക. എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. പൊയ്ക്കൊള്ളു മകളെ. സന്തോഷമാണ് ഈ അമ്മയ്ക്ക്. നമ്മുടെ കൊച്ചു ത്രേസ്യ നിനക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കൂ. മോളെ, എന്നിൽ നിന്ന് എന്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിലും അറിവില്ലായ്മ കൊണ്ടാണെന്ന് കരുതി അപ്പം മാപ്പാക്കണം. എന്റെ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ വഴിയായിരുന്നു ശരി. നടന്നോളൂ, സമയായി. കാക്കു, നീയാണ് മൂത്തയാൾ, കുടുംബത്തിന്റെ കാരണവർ. അപ്പന് വലം കൈയായി, അനിയന്മാർക്ക് തുണയായി ദൈവപേടിയിൽ വളരണം. ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ ചേച്ചി, പ്രാർത്ഥിക്കാൻ. ചേച്ചി ഇനി വരില്ലേ? മടത്തി ചേർന്നാൽ, കന്യാസ്ത്രീ ആയാൽ ഈ ലോകത്തിലേക്കുള്ള വാതിലുകൾ ചേച്ചി കൊട്ടിയടയ്ക്കും. ആ സമയം നിങ്ങൾ വരണം ഈ ചേച്ചിയെ കാണാൻ. വരാം ചേച്ചി, വരാം. അവരെ അകത്തേക്ക് വിളിക്കപ്പാ. വരൂ ചാക്കുണ്ണി, അകത്തേക്ക് വരൂ.
ഒരുപാട് ദ്രോഹം ചെയ്തു ഞാൻ. നിങ്ങൾ സമ്പത്ത് തട്ടിച്ചെടുത്തെന്നും സ്ഥാനമാനങ്ങൾ തട്ടിയെടുത്തെന്നും എല്ലാം ഞാൻ പറഞ്ഞത് വെറുതെയാ. അസൂയ, നിങ്ങളുടെ വളർച്ചയിലുണ്ടായ അസൂയ, അസൂയയും നിരാശയും വെറുവെറുപ്പും എന്റെ ജീവിതത്തെ തകർക്കുകയായിരുന്നു. അത് മനസ്സിലാക്കാൻ വൈകിയപ്പോ എല്ലാത്തിനും ഞാൻ നിങ്ങളെ പഴിചാരി. ഒരുതരം ഒളിച്ചോട്ടം. മക്കളില്ലാത്ത ഞങ്ങൾക്ക് നിങ്ങളെ മക്കളായി കാണാൻ സാധിച്ചില്ല. കുഞ്ഞെ, എല്ലാം മറക്കണം, പൊറുക്കണം. നല്ല സമയത്താണ് ഞങ്ങൾ വന്നത്. നന്മ വരും, നന്മ വരും. വിഷമിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച നമ്മുടെ ഈശോ ഉപേക്ഷിക്കില്ല. ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോളൂ. ഞങ്ങൾക്കറിയില്ല പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയില്ല. അറിയാവുന്ന ഭാഷയിൽ പ്രാർത്ഥിക്കുക. ഉണ്ണിയെ എടുത്തോണ്ട് നിൽക്കുന്ന നമ്മുടെ മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിക്കുക. അമ്മയുടെ മുഖത്തിന്റെ അടുത്താണ് ഉണ്ണിയേശുവിന്റെ ചെവി. അമ്മയ്ക്ക് ഉണ്ണിയോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുവാൻ എന്തെളുപ്പം. ധൈര്യമായി പറഞ്ഞോളൂ. അമ്മേ, പരിശുദ്ധ മാതാവേ, തമ്പുരാന്റെ ജനനി, ഒരു കുഞ്ഞില്ലാതെ ഞങ്ങൾ വിഷമിക്കുന്നു. നിന്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിയേശുവിന്റെ ചെവിയിൽ അമ്മ പറയണേ, ഞങ്ങൾക്കൊരു ഉണ്ണിയെ തരാൻ. പാപിയായ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് അനുഗ്രഹിക്കാൻ പറയണമേ. മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ അമ്മേ. ഉണ്ണി, അമ്മേ ഉണ്ണി, അവരുടെ സങ്കടം കണ്ടില്ലേ? അവർ ശരിക്കും മാനസാന്തരപ്പെട്ടിരിക്കുന്നു. നമ്മുടെ റോസ പ്രാർത്ഥിക്കുകയാണ്, അവർക്കൊരു ഉണ്ണിയെ കൊടുത്തൂടെ എന്ന്. കൊടുക്കാലോ അമ്മേ. റോസ, നിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ണിയേശു കേട്ടിരിക്കുന്നു. അടുത്ത വർഷം ഒരു ഉണ്ണി അവർക്കുണ്ടാകും. സന്തോഷായോ? ഉം. സന്തോഷമായി. ഉണ്ണീശ നമ്മുടെ പ്രാർത്ഥന കേട്ടു. പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയം നിങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകുമെന്ന്. ശക്തമായി പ്രാർത്ഥിച്ചോളൂ. ഞാനും പ്രാർത്ഥിക്കാം. മരിച്ചാലും മറക്കില്ലാട്ടോ. കൂനമ്മാവ് മടത്തിച്ചേർക്കാൻ കൊണ്ടുപോകുക. ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. ശരി അന്തോണി.
മണം പിടിച്ചു അവൻ. കുഞ്ഞിക്കണ്ണൻ സ്നേഹമുള്ളവന്. പറ്റുമെങ്കിൽ അപ്പൻ അവനെ വിൽക്കരുത്. ചാക്കോരു എന്താടാ എലവത്തുങ്കല്ലേ റോസ് കാപ്പനല്ലേ പോകുന്നേ? അവള് മടത്തി പോവാന്ന് പറഞ്ഞത് നേരാടാ. ആ പോക്ക് അങ്ങോട്ട് തന്നെയാ. യാത്രയാകുകയാണല്ലേ? അപ്പൻ പറഞ്ഞിരുന്നു റോസയൊന്ന് മടത്തി ചേരാൻ പോകുന്നുവെന്ന്. റോസയുടെ അപ്പന്റെ കെറവ് മാറിയില്ലാന്ന് തോന്നുന്നു. ദൈവേഷ്ടം നടക്കട്ടെ. ചാക്കോരു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഒരു ഉറപ്പ് തരാൻ പറ്റില്ല. ചെളിയിലും വെള്ളത്തിലുമുള്ളൊരു ജീവിതം. ചക്രം ചവിട്ടാനാണ് അപ്പൻ ആദ്യം എന്നെ പഠിപ്പിച്ചത്. ഭൂമിയുടെ ദാഹം തീർക്കണമത്രേ. അതെനിക്കിഷ്ടപ്പെട്ടു. അപ്പൻ്റെ സങ്കല്പത്തിലെ ഒരു മകൻ, മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഒരു നല്ല കൃഷിക്കാരനാകണമെന്ന്. എൻ്റെ സ്വപ്നം മറ്റൊന്നായിരുന്നു. അനുസരിച്ചു ഞാൻ. അതൊരു തോൽവിയായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കും ഉത്തരമില്ല. റോസ് പറഞ്ഞതുപോലെ ദൈവേഷ്ടം, മണ്ണിൻ്റെ മണമുള്ള, ചേറിൻ്റെ മണമുള്ള വെറുമൊരു ചാക്കൂരു. ഞാൻ അറിയാത്ത കാരണത്താൽ ചാക്കോരു വേദനിച്ചെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എനിക്കെൻ്റെ മേച്ചിൽപ്പുറം ഇഷ്ടപ്പെട്ടു. റോസയുടെ മേച്ചിൽപ്പുറങ്ങളിൽ എന്നും പച്ചപിടിച്ച് ഇളം പുല്ലിൻ്റെ മനോഹാരിത നിലനിൽക്കട്ടെ. ആശംസകൾ.